നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടേണ്ടത് എങ്ങനെയാണെന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. തണ്ണീർക്കൊമ്പൻ ദൌത്യത്തിൽ അവയിൽ പലതും ലംഘിച്ചുവെന്നാണ് വനം വകുപ്പിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. കേരള വനം വകുപ്പ് വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ലെന്നും ഇത് ആദ്യമായുള്ള സംഭവമല്ലെന്നും കേരള വനം വകുപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തണ്ണീർക്കൊമ്പൻ മരിച്ചതല്ല, കേരള വനം വകുപ്പ് കൊന്നതാണെന്നും വിമർശനവും കർണാടകയിലെ യുവാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ മയക്കുവെടി വെച്ച് രാമപുരത്ത് എത്തിച്ചപ്പോൾ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റ് കൊണ്ട പാടുകൾ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. കൃഷിയിടത്തിലോ അതുപോലെ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ കൊണ്ടതാകാം എന്നാണ് നിഗമനം. ഇതിൽ കാര്യമായ വ്യക്തതയില്ല. ശ്വാസകോശവും അതുപോലെ ഹൃദയവും ഒരുമിച്ച് നിലച്ചതാണ് തണ്ണീർക്കൊമ്പന്റെ മരണകാരണമെന്നാണ് കർണാടക വനം വകുപ്പ് അറിയിച്ചത്. ആനയുടെ ഇടതു തുടയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നുവെന്ന് വെറ്റിനറി സർജൻ വ്യക്തമാക്കി. ബന്ദിപ്പൂർ രാമപുരയിലെ ആന ക്യാമ്പിലായിരുന്നു തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഇന്നലെ കർണാടക കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി രാവിലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിട്ട് 3 മണിയോടെയാണ് പൂർത്തിയാക്കിയത്. തണ്ണീർക്കൊമ്പന്റെ ഞരമ്പിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നതായും ശരീരത്തിൽ ഉണ്ടായിരുന്ന മുഴ പഴുത്തതായും ആനയുടെ ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നതായും വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സമഗ്ര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കും. തണ്ണീർക്കൊമ്പിനെ കേരള വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനം വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു. എന്നാൽ 4 മുതൽ 5 മണിക്കൂറിനിടെയാണ് ആനയുടെ ലൊക്കേഷൻ സിഗ്നൽ കിട്ടിയിരുന്നത്. ഇതിനിടയിൽ തണ്ണീർക്കൊമ്പൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തത് ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് തടസ്സമായി എന്നാണ് വിലയിരുത്തൽ. തണ്ണീർക്കൊമ്പൻ തിരുനെല്ലി സെർവാണിയിൽ എത്തിയിരുന്നുവെന്നും സൂചനയുണ്ട്. ആനയെ ട്രാക്ക് ചെയ്ത് കാട്ടിലേക്ക് തുരത്തുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. വനംവകുപ്പ് തണ്ണീർക്കൊമ്പന്റെ ദൌത്യം വിശകലനം ചെയ്യാൻ 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ വിജയാനന്ദാണ് മേധാവി. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശ്രമകരമായ 17 മണിക്കൂറുകൾക്കൊടുവിലാണ് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ നിന്ന് തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. കർണാടകയ്ക്ക് കൈമാറിയ ശേഷമാണ് ആന ചരിഞ്ഞത്. ലോറിയിൽ കയറ്റി ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിലേക്ക് എത്തിച്ച ശേഷമാണ് കാട്ടാന ചരിഞ്ഞത്. ഇക്കാര്യം കർണാടക ഔദ്യോഗികമായി കേരളത്തെ അറിയിക്കുകയായിരുന്നു. ആനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 20 ദിവസത്തിനിടെ ആന 2 തവണ മയക്കുവെടി ദൌത്യത്തിന് വിധേയമായിരുന്നു.